അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ചുണ്ടിനെയും കുറച്ച് ശരിയാക്കാനുണ്ട് മക്കളെ. അപ്പോൾ ഞാനിന്ന് ഇവിടെ നല്ല മഴ കിട്ടുന്നല്ല, രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് മഴ കുറച്ച് കുറവാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാമെന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ വീർത്തിരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പം ഞാൻ പറയാമെന്ന് എസ് ചാനൽ പാത്തുട്ടി, കാരണം ഞാൻ പാത്തുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇന്നലെ അവളുടെ ലൈവും ഞാൻ കണ്ടു, വീഡിയോസും ഞാൻ കണ്ടു. അപ്പോൾ ആ വീഡിയോസിൽ ലൈവിലും അവൾ പറയുന്നുണ്ട്, ഇനി ഞാൻ നെജിലാനെ കുറിച്ച് ഒരു ഇതും കണ്ടില്ല. പിന്നെ ഫസ്റ്റ് ഞാൻ കണ്ടത് അവളുടെ ഒരു പോസ്റ്റാണ്, കമ്മ്യൂണിറ്റി പോസ്റ്റ്. ആ പോസ്റ്റിൽ തന്നെ എല്ലാ വിവരങ്ങളും അവൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടാകാനുള്ള കാരണം എന്താ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൈവ് തുടങ്ങുന്നത്. അപ്പോൾ ലൈവിൽ ഞാൻ കയറിയിട്ട് ചോദിച്ചു, എന്ത് പറ്റി പാത്തുട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നെജിലാനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്മാറുന്നത്? എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിലുള്ളത് മാതിരി ഒരു തോന്നലുണ്ട്. പിന്നെ നെജിലാൻ്റെ ലൈവും ഞാൻ കണ്ടായിരുന്നു, ലൈക്ക് അടിച്ച് പോന്നു. പക്ഷെ ആ ലൈവിൽ ആരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് എസ് ചാനൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, അത് കണ്ടോയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആ പോസ്റ്റ് കാണട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രാത്രിത്തെ ലൈവിലുണ്ടായിരുന്നു പറഞ്ഞപ്പം എന്നെപ്പറ്റി പറയുന്നത് കണ്ടില്ലേന്ന്. അപ്പോൾ പാത്തുട്ടി ഇത്രയും സപ്പോർട്ടായിട്ട് നിന്ന് എല്ലാ കാര്യത്തിനും അവളെ കൂടെ നിന്ന് ലൈവിൽ നമ്മൾ കണ്ടതാണ്. അവൾ ഫോൺ വിളിക്കുന്നതും അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഇന്ന സ്ഥലത്ത് ഇന്നത് മാതിരി എന്നൊക്കെ പറയണതും, നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും കുറച്ചൊക്കെ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആരൊക്കെയോ പാത്തുട്ടിക്ക് അതിൻ്റെ തെളിവ് ഇട്ട് കൊടുത്തു എന്ന് തോന്നുന്നു. കാരണം അവൾ എല്ലാ വീഡിയോസിലും ലൈവിലും ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ പൈസ കൊടുത്തവരാരെങ്കിലും പരാതിയായിട്ട് വന്നോ എന്നുള്ളത് എല്ലാ കാര്യങ്ങളിലും ചോദിക്കാറുണ്ട്. ലൈവിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ പൈസ കൊടുത്ത ആരോ ഒരാളല്ല, ആരൊക്കെയോ ഈ പറയണ മാതിരി ഞാൻ അങ്ങനെ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അവളടുത്ത്. അതിനുള്ള തെളിവ് അവൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ ആ വീഡിയോസ് ലൈവിലാണെങ്കിലും മറ്റതിലാണെങ്കിലും പറയുന്നത്. അപ്പോൾ അവളെ ലൈവിൽ തന്നെ ഓരോരുത്തർ വന്ന് ചോദിക്കുന്നുണ്ട്, ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് തുടങ്ങില്ലേന്ന്. തുടങ്ങട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ അതെല്ലാം മറുപടി ഞാൻ പറയാം, തെളിവുകൾ ഞാൻ വെക്കാമെന്നും പറയുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പേ ഞാൻ നെജിലാനെ കുറിച്ചൊരു വീഡിയോ അല്ല 2-3 വീഡിയോസ് ചെയ്തിരുന്നു. ആ ചെയ്ത സമയത്ത് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീഡിയോസ് നീ ചെയ്യരുത്, അതെൻ്റെ മോളെ ബാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിന് മറുപടി ചോദിക്കാനോ പറ്റാത്തത് കൊണ്ടല്ല ഞാനത് മിണ്ടാതിരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, അവളെ ബാധിക്കും എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ഒരു 60% യൂട്യൂബേഴ്സും അവളെ വീഡിയോസ് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നവരുണ്ട്. സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് പാത്തുട്ടി. അതുമാതിരി മറ്റുള്ളവർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും ബാധിക്കാത്തത് ഞാൻ പറയുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അവളെ മോളെ ബാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ആ സംസാരം ഞാൻ അവിടെ നിർത്തി. പിന്നെ കൂടുതലായിട്ട് അവൾ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം ലൈവിൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ കണ്ടൻറ് ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാരണം എന്താ വെച്ചെങ്കിൽ, മിരട്ടാൻ പറ്റുന്നവരെ മിരട്ടുക എന്നുള്ളതാണ് തോന്നുന്നു. അല്ലാത്തതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. കാരണം എന്നോടൊക്കെ അങ്ങനെ വിളിച്ചിട്ടൊരു വാക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ അവരെയൊന്നും മോശമായിട്ട് ഇതാക്കിയിട്ടൊരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഞാൻ ലൈവിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്, വീഡിയോസിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ പുതിയതായിട്ടൊരു കാര്യമില്ല. കാരണം ഈ പല യൂട്യൂബേഴ്സിൻ്റെ നമ്പർ പബ്ലിക്കിലുള്ളത് കാരണം കൊണ്ട് പലരും വാട്സപ്പ് എടുക്കും, അവർക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ എൻ്റെ നമ്പർ പബ്ലിക്കിലിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. ഒന്നുമില്ലെങ്കിൽ ലൈവിൽ വന്ന് പറയും ആരെങ്കിലുമൊക്കെ, അതല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരാരെങ്കിലും ഫോൺ വിളിച്ച് എന്നോട് സംസാരിക്കുമ്പോഴേ ഉള്ളൂ. അല്ലാതെ
അവരെ നാട്ടുകാരും എന്നെ ബന്ധപ്പെട്ടില്ല. കാരണം ഒരു നമ്പർ വെച്ചിട്ട് നമ്മളൊരു നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് നമുക്ക് എല്ലാതും അവരവർക്ക് അറിയുന്നത് നമുക്കതിൻ്റെ ലിങ്ക് വിട്ട് തരും. പക്ഷെ ഞാൻ നമ്പർ പബ്ലിക്കിൽ വെക്കാത്തത് കൊണ്ട് എനിക്കതിൻ്റെ കൂടുതലുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, കുറേ വർഷങ്ങളോളം സംസാരിച്ചിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അതേതായാലും എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാരണം കൊണ്ട് തന്നെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം അവൾ എന്നെ വിളിച്ച് പറഞ്ഞതിൽ എനിക്കൊരു വിഷമമുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ എൻ്റെ മോളെ ബാധിക്കും, ഇനി അങ്ങനെ ഒരു വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലുള്ള കേരളത്തിലുള്ള മുക്കാഭാഗം ആളുകളും അവളെ വീഡിയോസ് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഇതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളും അവൾ തന്നെയാണെന്നുള്ളത് അവൾക്ക് അറിയാത്തത് കൊണ്ടൊന്നല്ല. എന്താണെങ്കിലും പാത്തുട്ടി എന്തുകൊണ്ട് പിന്മാറി എന്നുള്ളത് പാത്തുട്ടിക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടാവും. അതായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും ഞാൻ അവളെ വിളിക്കുമ്പോൾ എല്ലാ വിവരങ്ങളും അവൾ പറയും എന്ന് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. വീണ്ടും ഞാൻ പാത്തുട്ടിനെ കുറിച്ച് ഞാൻ പറയും. അതെനിക്ക് പറയാൻ പറ്റുന്നതാണ്. കാരണം എന്താ വെച്ചെങ്കിൽ അവൾ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അസ്സലാമു അലൈക്കും നിർത്തുന്നു. അടുത്ത വീഡിയോസിൽ കാണാം.